നമസ്കാരം. 2024 അവാർഡുകൾ, സിനിമാ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ആ അവാർഡ് വേളയിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശസ്തി ഏറിയ അവാർഡാണ് ഫിലിംഫെയർ അവാർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരുമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിലിംഫെയർ അവാർഡിലൂടെ വ്യക്തിഗത നേട്ടമുണ്ടാക്കിയ നമ്മുടെ സൂപ്പർ താരങ്ങളെ കുറിച്ചാണ്. ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 1972 ഫിലിംഫെയർ അവാർഡ് നിശ തുടങ്ങിയത്. ഇങ്ങ് 2024 ആയപ്പോൾ മലയാളത്തിൽ നിന്നുള്ള 6 താരങ്ങളാണ് ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. ഫിലിംഫെയർ അവാർഡിൽ നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദിഗോർ എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെ മമ്മൂക്ക, തങ്കം എന്ന സിനിമയിലൂടെ ബിജു മേനോൻ, ഇരട്ട എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ ജോജു ജോർജ്, തുറമുഖം എന്ന സിനിമയിലൂടെ നിവിൻ പോളി, പുരുഷപ്രേതം എന്ന സിനിമയിലൂടെ പ്രശാന്ത് അലക്സാണ്ടർ, 2018 എന്ന ഫിലിമിലൂടെ ടൊവിനോ തോമസ്, അങ്ങനെയുള്ള ശക്തരായ മത്സരാർത്ഥികളാണ് 2024 ബെസ്റ്റ് ആക്ടറിന് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മലയാളത്തിൽ നിന്നുള്ള ബെസ്റ്റ് ആക്ടറായി തെരഞ്ഞെടുത്തത് നമ്മുടെ സ്വന്തം ചാക്കോച്ചനെയാണ്. അതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവാർഡ് നിശ തുടങ്ങിയപ്പോൾ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടിയെടുത്തത് 1972 മധുസാറാണ്. കൂടാതെ ഫിലിംഫെയർ അവാർഡിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കക്കും ഒരുപാട് നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ഫിലിംഫെയർ അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കക്കാണ്. ഏകദേശം 12 തവണയാണ് അദ്ദേഹത്തിന് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ലാലേട്ടനാകട്ടെ എത്ര ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 8 തവണയാണ് അദ്ദേഹത്തിന് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തുടർച്ചയായിട്ട് 3 തവണ ഫിലിംഫെയർ അവാർഡ് തുടർച്ചയായി ലഭിച്ച നടനാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇനി വീണ്ടും മമ്മൂക്കിയിലേക്ക് വരുമ്പോൾ 1980കളിലും 1990കളിലും 2000ലും 2010ലും 2020ലും മമ്മൂക്കക്ക് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആരാധകർ ഉറ്റുനോക്കുകയാണ് 2024 മമ്മൂക്ക വീണ്ടും ഫിലിംഫെയർ നേടുമോ എന്ന്. കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ശക്തമായ 2 സിനിമകളാണ് ഫിലിംഫെയർ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷനിൽ ഈ കൊല്ലം പരിഗണിച്ചിരിക്കുന്നത്. കാതൽ ദിഗോർ എന്ന സിനിമയിലൂടെയും നൻപകൽ നേരത്ത് മയക്കത്തിലൂടെയും അദ്ദേഹം ഈ കൊല്ലം ഫിലിംഫെയർ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ ആകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ 2024 ഫിലിംഫെയർ അവാർഡിൽ ആരായിരിക്കും മലയാളത്തിൽ നിന്നുള്ള ബെസ്റ്റ് ആക്ടർ എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.